ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ. ഹൈസ. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ആശാവർക്കർമാരുടെ സേവനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ചന്ദ്രശേഖരൻ നായർ ഫോണുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ആശാവർക്കർമാർക്ക് വേണ്ടി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനും സ്മാർട്ട് ഫോണുകൾ നൽകുന്നതിനും പഞ്ചായത്ത് തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടം ആശാവർക്കർമാരുടെ സേവനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ജനങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് പഞ്ചായത്തിലെ മുഴുവൻ ആശാപ്രവർത്തകർക്കും സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്തത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഇതിനെല്ലാം ഇതിനേക്കാളുപരി പ്രവർത്തിക്കുന്നത് ആശാവർക്കർമാരാണ്. ഇവർക്കെല്ലാം പിന്തുണയും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്ന ആശാവർക്കറാണ്. അത് കണക്കെടുത്തുകൊണ്ടാണ് നമ്മൾ കുറെ നാളുകളായി എങ്ങനെ സഹായിക്കാം എന്നുള്ള ആലോചനയിലാണ് നമ്മുടെ ഈ ആശാവർക്കർമാരെ ഏതെല്ലാം തരത്തിലൊക്കെ സഹായിക്കാം എന്നൊരു മനസ്സിലിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കും. ആ തരത്തിലാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ ഇവിടെ പലപ്പോഴായി പറഞ്ഞു. നിങ്ങളുടെ ഫോണിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ നമ്മുടെ ബഡ്ജറ്റിൽ അതിനകത്ത് നമുക്ക് സ്മാർട്ട് ഫോൺ കൊടുക്കുന്ന കാര്യത്തിൽ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഓണറേറിയത്തിന്റെ കാര്യം നമുക്കറിയാം. വളരെ കഷ്ടത അനുഭവിക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ വളരെ തുച്ഛമായ ഓണറേറിയമാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നമുക്കറിയാം. ഒരു 7,000 രൂപ മാത്രമാണ്. ഒരു ദിവസം 232 രൂപയാണ് നമുക്ക് ലഭിക്കുന്നത്. തൊഴിലുറപ്പിന് പോയാൽ പോലും അതിൽ കൂടുതൽ പൈസ. ഞാൻ ഡോക്ടറുമായി സംസാരിച്ചപ്പോൾ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദീപ ഷാജു, എം.എസ്. ബെന്നി, മെഡിക്കൽ ഓഫീസർ അനില ബേബി, വാർഡ് മെമ്പർമാരായ പി.പി. കുട്ടൻ, കെ.കെ. ഹുസൈൻ, പ്രിയ സന്തോഷ്, ഷജി ബസി, പി.ആർ.ഒ. മാത്യൂസ് ജോയ്, ജെ.എച്ച്.ഐ. മുഹ്സീന, പാലിയേറ്റീവ് നഴ്സ് ഫാത്തിമ പി.എം, ജെ.പി.എച്ച്.എൻ. ഷമീന എന്നിവർ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.